വലിപ്പം, ശക്തി, ആവാസവ്യവസ്ഥ എന്നിവയിൽ കടുവയും സിംഹവും തമ്മിലുള്ള താരതമ്യം. കാട്ടിലെ രാജാക്കന്മാരുടെ കാര്യം വരുമ്പോൾ മൃഗലോകത്തിലെ ഏറ്റവും പ്രതീകാത്മകമായ വലിയ പൂച്ചകളായി കടുവയും സിംഹവും വേറിട്ട് നിൽക്കുന്നു. ഈ പരമോന്നത വേട്ടക്കാരായ കടുവ, സിംഹം പലപ്പോഴും അവയുടെ ശക്തി, വേഗത, ആധിപത്യം എന്നിവയെക്കുറിച്ച് ചർച്ചകൾ തുടക്കമിടുന്നു. കാട്ടിൽ ഒരു കടുവയും സിംഹവും തമ്മിലുള്ള മത്സരം നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല എങ്കിലും അവ പരസ്പരം എങ്ങനെ പൊരുത്തപ്പെടുന്നുവെന്ന് നമുക്ക് രസകരമാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. കടുവകളും സിംഹങ്ങളും പാന്തേര ജനുസിൽപ്പെടുന്നു, പക്ഷേ അവയ്ക്ക് വ്യത്യസ്തമായ ശാരീരിക സവിശേഷതകളുണ്ട്. അത് അവയെ വ്യത്യസ്തമാക്കുന്നു. ബംഗാൾ കടുവകൾക്ക് കറുത്ത വരകളുള്ള ഒരു തിളക്കമുള്ള ഓറഞ്ച് രോമക്കുപ്പായമുണ്ട്. അത് അവയെ തൽക്ഷണം തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഈ വരകൾ ഓരോ കടുവയ്ക്കും സവിശേഷമാണ്. വിരലടയാളം പോലെ പ്രവർത്തിക്കുന്ന ഇവ. മറുവശത്ത്, ലോകത്തിലെ ഏറ്റവും വലിയ പൂച്ചകളായ സൈബീരിയൻ കടുവകൾ കൂടുതൽ കരുത്തുറ്റവയാണ്. മഞ്ഞുമൂടിയ പ്രകൃതി ദൃശ്യങ്ങളുമായി ഇണങ്ങാൻ ശൈത്യകാലത്ത് വിളറിയ രോമക്കുപ്പായങ്ങളുമുണ്ട്. ശരാശരി ആൺകടുവകൾക്ക് 220 മുതൽ 620 പൗണ്ട് വരെ, അതായത് 100 മുതൽ 299 കിലോഗ്രാം വരെ ഭാരവും 10 അടി, അതായത് 3 മീറ്റർ വരെ നീളവും ഉണ്ടാകും. മിക്ക സിംഹങ്ങളെക്കാളും വലുതാണ്. അപൂർവമായി 570 പൗണ്ട്, അതായത് 259 കിലോഗ്രാം കൂടുതൽ ഭാരം മാത്രമേ ഉണ്ടാകൂ. സിംഹങ്ങൾക്ക്, പ്രത്യേകിച്ച് ആഫ്രിക്കൻ സിംഹങ്ങൾക്ക് തവിട്ട് നിറത്തിലുള്ള അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തിലുള്ള രോമക്കുപ്പായമുണ്ട്. ഇത് സവന്നയിൽ മികച്ച മറവി പ്രദാനം ചെയ്യുന്നു. ആൺസിംഹങ്ങൾക്ക് ആകർഷകവും പ്രത്യാത്മകവുമായ സിംഹത്തിൻ്റെ മേനിയുണ്ട്. അതിൻ്റെ നിറം സ്വർണ്ണ നിറം മുതൽ ചുവപ്പ് വരെ കറുപ്പ് വരെയാണ്. പോരാട്ടത്തിനിടയിൽ ഈ സംരക്ഷണ മേനി ഒരു കവചമായി പ്രവർത്തിക്കുകയും പക്വതയെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. സിംഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മിക്ക പെൺസിംഹങ്ങൾക്കും മേനിയില്ല. ഇത് വേട്ടയാടുമ്പോൾ ഒളിഞ്ഞു നോക്കാൻ അവയെ സഹായിക്കുന്നു. ചില പെൺസിംഹങ്ങൾക്ക് മേനിയുണ്ട്, പക്ഷേ അവ വളരെ അപൂർവമാണ്. സാമൂഹിക ജീവിതങ്ങൾ. സിംഹങ്ങളുടെയും കടുവകളുടെയും സാമൂഹിക ഘടനയിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. സിംഹങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ സാമൂഹിക സ്വഭാവമുള്ള വലിയ പൂച്ചകൾ. സാധാരണയായി ഒന്നിലധികം സിംഹങ്ങൾ, അവയുടെ കുഞ്ഞുങ്ങൾ, ഒന്നോ അതിലധികമോ പ്രബലരായ പുരുഷ സിംഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന സിംഹങ്ങളുടെ കൂട്ടത്തിലാണ് ഇവ ജീവിക്കുന്നത്. ഈ ഗ്രൂപ്പ് ഡൈനാമിക് സിംഹങ്ങളെ വേട്ടയാടലിനെ പ്രകോപിപ്പിക്കുന്നതിനും അവയുടെ പ്രദേശം ഫലപ്രദമായി സംരക്ഷിക്കാനും കഴിയുന്നു. വടക്കൻ കെനിയയിലെ ചില സിംഹങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ഒരു പക്ഷേ ഒരു അപവാദമായിരിക്കാം. നേരെ മറിച്ച് കടുവകൾ ഒറ്റപ്പെട്ട ജീവികളാണ്. ഇണചേരൽ സമയത്തോ അമ്മക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്തോ ഒഴികെ അവ ഒറ്റയ്ക്ക് ജീവിക്കാനും വേട്ടയാടാനുമാണ് ഇഷ്ടപ്പെടുന്നത്. മറ്റു കടുവകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ അപൂർവവും പലപ്പോഴും പ്രാദേശികവുമാണ്. ഈ ഒറ്റപ്പെട്ട സ്വഭാവം കടുവകളെ അവയുടെ സിംഹ എതിരാളികളേക്കാൾ ഒളിഞ്ഞും തെളിഞ്ഞും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. സിംഹങ്ങളും കടുവകളും ഭീമാകാരമായ വേട്ടക്കാരാണ്. അവയുടെ വേട്ടയാടൽ രീതികൾ അവയുടെ പരിസ്ഥിതിയെയും സാമൂഹിക പെരുമാറ്റങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. സിംഹപ്രൈഡിൽ പെൺസിംഹങ്ങളാണ് പ്രാഥമിക വേട്ടക്കാർ. സീബ്രകൾ, വൈൽഡ് ബീസ്റ്റ്, ഗസൽ തുടങ്ങിയ വലിയ ഇരകളെ വേട്ടയാടാനും അവ സഹകരിച്ച് ടീമായി പോരാടുന്നു. ആൺസിംഹങ്ങൾ അപൂർവമായി വേട്ടയാടാറുണ്ട്. എന്നിരുന്നാലും അവയെ ഇരകൾ വേട്ടയാടാൻ അവ ഇടപെടാറുണ്ട്. എന്നാൽ അഭിമാനത്തെയും അതിൻ്റെ ഇരകളെയും സംരക്ഷിക്കുന്ന അവ നിർണായകമായ പങ്ക് വഹിക്കുന്നു. ഒറ്റപ്പെട്ട വേട്ടക്കാരായ കടുവകൾ അവയുടെ ശക്തിയെയും ഒളിഞ്ഞുനോട്ടത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ശക്തമായ പിൻകാലുകൾ ഉപയോഗിച്ച് മാൻ, കാട്ടുപന്നി, ഗൗർ പോലുള്ള ഭീമൻ മൃഗങ്ങൾ തുടങ്ങിയ ഇരകളെപ്പോലും അവർ പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്നു. ബംഗാൾ കടുവകൾ പ്രത്യേകിച്ച് വൈവിധ്യമാർന്ന വേട്ടക്കാരാണ്. വനങ്ങൾ, പുൽമേടുകൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയിലൂടെ സഞ്ചരിക്കുന്നതിൽ അവർ സമർത്ഥരാണ്. സിംഹങ്ങൾ കടുവകളോട് പോരാടുമോ? ഇല്ല. സിംഹവും കടുവയും തമ്മിൽ വഴക്കിടുന്നത് നിങ്ങൾ ഒരിക്കലും കാണാൻ കഴിയില്ല. പക്ഷേ സാങ്കല്പികമായി ചർച്ച ചെയ്യുന്നത് ആൾക്കാർക്ക് തീർച്ചയായും ഇഷ്ടമാണ്. കടുവകൾ പൊതുവെ വലുതും പേശീബലമുള്ളതുമാണ്. ഇത് നേരിട്ടുള്ള പോരാട്ടത്തിൽ അവർക്ക് മുൻതൂക്കം നൽകുന്നു. ശരാശരി ആൺകടുവകൾ മുതിർന്ന ആൺസിംഹത്തേക്കാൾ വലുതാണ്. മാത്രമല്ല, അതിൻ്റെ ഏകാംഗ സ്വഭാവം അർത്ഥമാക്കുന്നത് ഒറ്റയ്ക്ക് ഇര പിടിക്കാൻ അത് ശീലിച്ചിരിക്കുന്നു എന്നാണ്. കടുവകൾക്ക് 1 ഇഞ്ചിന് 1000 പൗണ്ടിൽ കൂടുതൽ കടിക്കാനുള്ള ശക്തിയുണ്ട്. സിംഹത്തിൻ്റെ കടിയുടെ ഇരട്ടിയിലധികം. എന്നിരുന്നാലും കാട്ടിലെ രാജാവിന് അതിൻ്റെ സിംഹത്തിൻ്റെ മേനിയുടെ ഗുണമുണ്ട്. അത് യുദ്ധങ്ങളിൽ കഴുത്തും തലയും സംരക്ഷിക്കുന്നു. സിംഹങ്ങൾ കടുവകളെ കൂട്ടക്കൊല ചെയ്തോ പിടികൂടിയോ ആയ പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ സ്വാഭാവികമല്ല. കാട്ടിലെ മൃഗങ്ങളുടെ പെരുമാറ്റത്തെ അവർ പ്രതിഫലിപ്പിക്കുന്നതുമല്ല. പ്രായം, വലിപ്പം, അനുഭവം തുടങ്ങിയ ഘടകങ്ങളും അത്തരം ഏറ്റുമുട്ടലുകളുടെ വിജയികളെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു. ശ്രേണിയും ആവാസവ്യവസ്ഥയും. ഏഷ്യാറ്റിക് സിംഹം ഒഴികെയുള്ള ആഫ്രിക്കയിലെ പുൽമേടുകളിലാണ് സിംഹങ്ങൾ പ്രധാനമായും വസിക്കുന്നത്. ഇന്ത്യയിലെ ഗിർ വനങ്ങളിൽ ഇവ നിലനിൽക്കുന്നു. മറുവശത്ത്, കടുവകൾ ഏഷ്യയിൽ നിന്നുള്ളവരാണ്. ഇന്ത്യയിലെ ഉഷ്ണമേഖലാ വനങ്ങൾ തുടങ്ങിയ സൈബീരിയയിലെ മഞ്ഞുമൂടിയ
ടൈഗ വരെയുള്ള ആവാസവ്യവസ്ഥകൾ ഇതിലുണ്ട്. ആവാസവ്യവസ്ഥയുടെ നഷ്ടം, വേട്ടയാടൽ, വന്യജീവി സംഘർഷം എന്നിവയിൽ നിന്ന് രണ്ട് ജീവിവർഗങ്ങളും ഭീഷണി നേരിടുന്നതിനാൽ സംരക്ഷണ ശ്രമങ്ങൾ അനിവാര്യമാണ്.